സംഗീതത്തെ ചട്ടക്കൂടുകൾക്ക് പുറത്തേക്ക് കൊണ്ടുവന്ന അതുല്യ പ്രതിഭയ്ക്ക് അന്ത്യപ്രണാമം അർപ്പിക്കാൻ കലാകാരന്മാരും സംഗീത സ്നേഹികളും ചെന്നൈ ഗോപാലപുരത്തെ സംഗീത അക്കാദമിക്ക് തൊട്ടടുത്തുള്ള വീട്ടിലേക്ക് ഒഴുകി. இதுபோல் ஒரு இசைக்கலைஞர் இல்லை என்று பெருமையாக இந்தியா சொல்லிக்கொள்ளும் அளவுக்கு திறமை வாய்ந்தவர். திறமையை பற்றி പുകഴ്വதற்கான അർഹത കൂടെ എനിക്ക് ഇരുപ്പதாக ഞാൻ നിனைக்கவில்லை. ബാലമുരളികൃഷ്ണനെ പോലെ മഹാനായ ഒരു കലാകാരൻ ഇനിയുണ്ടാകുമോ എന്നറിയില്ലെന്ന് യേശുദാസ് അനുസ്മരിച്ചു. அவரோட அந்த சந்தோஷமான யாருக்கிட்டே இருந்தாலும் அதுதான் எங்களை இன்னைக்கு கூட மறக்காமல் இருக்கிறது. பகவானுடைய அனுகிரகத்தினால அவருக்கு இருந்த அந்த திறமையை பற்றி நான் எதுவும் சொல்ல வேண்டாம், எல்லாருக்கும் தெரிஞ்ச விஷயம் அது. ഗുരുനാഥനെ കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും ശിഷ്യനായ ശരത് വികാരാധീനനായി. എനിക്കൊക്കെ ഇത് അറിഞ്ഞിട്ട് സത്യത്തിൽ എനിക്ക് എൻ്റെ എല്ലാ കംപ്ലീറ്റ് പേശികളും തളർന്ന് എൻ്റെ ബ്ലഡെല്ലാം പോയൊരവസ്ഥയായിരുന്നു. എന്നാലും എനിക്ക് ഒരു വിധത്തിൽ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, ഫുൾ ടൈം കരഞ്ഞ് ഞാൻ തീർത്തു. 3 മണിക്ക് ശേഷം ഭൗതിക ശരീരം ചെന്നൈ ബെസന്റ് നഗർ ശ്മശാനത്തിലേക്ക് വിലാപയാത്രയായി കൊണ്ടുപോകും. സംഗീതജ്ഞരും ശിഷ്യരും അനുഗമിക്കും. 4 മണിയോടെയാണ് സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുക. മലയാളത്തിലെ പ്രമുഖരടക്കമുള്ള ആയിരങ്ങളാണ് മഹാപ്രതിഭയെ അവസാനമായി ഒരു നോക്ക് കാണാൻ ഇവിടെ എത്തിയത്. ചെന്നൈയിൽ നിന്നും അരുൺ നിലമ്പൂരിനൊപ്പം റഹീസ് റഷീദ്, മീഡിയ 1.